ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ. വേനൽ അവധിക്കാലത്ത് നമ്മുടെ കുട്ടികളിൽ പലരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വെള്ളത്തിലുള്ള കളി. നാട്ടിൻപുറങ്ങളിലെ കുളവും തോടുമൊക്കെയായിരുന്നു മുമ്പ് അതിൻ്റെ പ്രധാന വേദികൾ. എന്നാൽ ഇന്ന് നീന്തൽ പരിശീലനവും വാട്ടർ തീം പാർക്കുമൊക്കെയായി സ്വിമ്മിംഗ് പൂളുകളിലാണ് പലരും നേരം ചെലവഴിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടും മുമ്പ് അറിയേണ്ട ഒരു കാര്യം പറയാം. സ്വിമ്മിംഗ് പൂളുകൾ വൃത്തിയാക്കാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ. വെള്ളം ശുദ്ധമാക്കാനും ഹാനികരങ്ങളായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ നശിപ്പിക്കാനും ക്ലോറിൻ സഹായിക്കും. എന്നാൽ അമിതമായ ക്ലോറിൻ തോത് കണ്ണുകളിൽ അണുബാധക്ക് കാരണമായേക്കാമെന്ന് നേത്രരോഗ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. കണ്ണുകളിൽ ചുവപ്പ്, ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവയ്ക്കും സ്വിമ്മിംഗ് പൂളിലെ നീന്തൽ ചിലപ്പോൾ കാരണമായേക്കാം. പൂളിലെ ക്ലോറിൻ വിയർപ്പ്, മൂത്രം, ചർമ്മശകലങ്ങൾ, എണ്ണ എന്നിവയുമായെല്ലാം പ്രതിപ്രവർത്തിച്ച് രൂപപ്പെടുന്ന ക്ലോറാമൈനാണ് ഇവിടെ വില്ലനാകുന്നത്. ക്ലോറാമൈൻ കടുത്ത ക്ലോറിൻ വാസന വെള്ളത്തിന് ഉണ്ടാക്കും. കണ്ണുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ക്ലോറാമൈൻ ചുവപ്പ്, കണ്ണുകൾക്ക് വീർപ്പ്, പുകച്ചിൽ, മങ്ങിയ കാഴ്ച, കണ്ണിൽ നിന്ന് വെള്ളം, ചൊറിച്ചിൽ എന്നിവയ്ക്കും കാരണമാകാം. ഈ അസ്വസ്ഥത മൂലം കണ്ണുകൾ നിരന്തരം തിരുമ്മുന്നത് കോർണിയയിൽ ചെറിയ പാടുകൾ ഉണ്ടാകാൻ ഇടയാക്കും. കണ്ണുകളുടെ സംരക്ഷണ പാളിക്കും വെള്ളത്തിലെ കെമിക്കലുകൾ വിഘാതമുണ്ടാക്കാം. ഇത്തരത്തിൽ രൂപപ്പെടുന്ന പൊട്ടലുകളിലൂടെ ബാക്ടീരിയ ഉള്ളിൽ കടക്കുന്നത് കൺജക്റ്റിവിറ്റിസ് പോലുള്ള നേത്രരോഗങ്ങളിലേക്ക് നയിക്കാം. ഇതിനാൽ സ്വിമ്മിംഗ് പൂൾ ഉടമകൾ നിത്യവും ക്ലോറിൻ തോത് പരിശോധിച്ച് അവ സുരക്ഷിതമായ തോതിലാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. നീന്തുമ്പോൾ കണ്ണിനെ സംരക്ഷിക്കാൻ സ്വിമ്മിംഗ് ഗോഗിളുകൾ ധരിക്കുന്നതും നല്ലതാണ്. പൂളിൽ തുടർച്ചയായി ദീർഘനേരം ചെലവഴിക്കാതെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതും കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കും. നീന്തലിന് മുമ്പും ശേഷവും കുളിക്കുന്ന കാര്യവും നിർബന്ധമായി പിന്തുടരണം. കോണ്ടാക്ട് ലെൻസുകൾ ഉള്ളവർ അവ ഊരി വെച്ചിട്ട് മാത്രമേ പൂളിൽ ഇറങ്ങാവുള്ളൂ. കണ്ണുകൾക്ക് അസ്വസ്ഥത തോന്നിയാൽ വീണ്ടും ഉടനെ നീന്താൻ ഇറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം. കണ്ണിന് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ നടത്തിയവർ നീന്തൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഡോക്ടറോട് ചോദിച്ച് അത് സുരക്ഷിതമാണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ്. കണ്ണിലെ ചുവപ്പ്, വേദന, കാഴ്ചക്ക് മങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ 24 മണിക്കൂറിലധികം തുടർന്നാൽ നേത്രരോഗ വിദഗ്ധനെ കാണാനും മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.